ഇതിപ്പോ ഒരു വീട് ഗേറ്റ് പൂട്ടി പോയ സ്ഥിതിക്ക് എന്നെ പെട്ടെന്ന് തന്നെ വരാണ്ടിരിക്കുവോ? ജനലെല്ലാം തുറന്നിട്ടിട്ടുണ്ടെന്ന് വരാണ്ടിരിക്കൂല. എന്നെ വരികയായിരിക്കും അല്ലേ? ഓന്റെ കാറാ വരുന്നു. എന്റെ കടയുടെ മുമ്പ് ഒരാൾ കുഴഞ്ഞു വീണപ്പോ നീ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടില്ലേ? അത് വലിയ കുഴപ്പമായിട്ടായില്ലേ? ആള് മരിച്ച ഇയാളെ ആളെ കൊല്ലാൻ നടക്കാനോ? എടാ വീണ ആളാരാന്നറിയോ? എന്റെ ഭാര്യയുടെ അച്ഛനാണ്. ഇയാളെന്തിനാ അച്ഛന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് എന്തിനാ? ആള് കുഴഞ്ഞു വീണപ്പോ ആരെങ്കിലും അറിയണ്ട? നിങ്ങൾക്ക് അച്ഛനെ കണ്ടെത്തിയില്ലേ? ഇയാളാവുന്നല്ലോ പറഞ്ഞു. ഇയാളുടെ ഓഡിയോ കേട്ടു. അയ്യോ അറ്റാക്ക് ആണെന്നുള്ള സംശയം വരെ താൻ പറയുന്നുണ്ട്. എടോ താൻ ഇട്ട ഫോട്ടോ കണ്ടിട്ട് എന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയടക്കം ഹോസ്പിറ്റലിൽ കിടക്കണേ അറിയോ തനിക്ക്? എടോ അച്ഛനൊരു കുഴപ്പം പറ്റിയിട്ടില്ല. ഒരു BP കുറഞ്ഞതിന്റെ ഒരു പ്രശ്നത്തിൽ ഒന്ന് തലയിറങ്ങി വീണു. അതിന് താൻ എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടേക്കണത്? അച്ഛന് കുഴപ്പമില്ലല്ലോ, ഹാപ്പി അല്ലേ നിങ്ങള്? ഞാനൊരു സഹായം ചെയ്തല്ലേ ഉള്ളൂ. അയാളുടെ ഭാര്യ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക, എന്റെ ഹോട്ടലിൽ പൂട്ടി പോയി. പിന്നെ ഇയാൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സഹായിച്ചു? തനിക്ക് വണ്ടി ഉണ്ടായിരുന്നല്ലോ, താൻ വണ്ടി എടുത്തൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ അച്ഛനെ? ഞാൻ പറഞ്ഞൊന്ന് വണ്ടി എടുത്തിട്ട് കൊണ്ടുപോകാൻ. ഈ വണ്ടി എടുക്കില്ലെന്ന് പറഞ്ഞല്ലോ. അതൊന്നല്ല, ഇവർക്കൊക്കെ ഫേമസ് ആവണം. ചേട്ടാ ആശുപത്രി കൊണ്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് ഇതിടാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്റെ ഹോട്ടലിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പരിഹാരം ഈ ചെയ്യണം. ഞാൻ എന്ത് പരിഹാരം ഉണ്ടാക്കാന്ന്? പിന്നെ എന്ത് പരിഹാരം? ഞാനെന്ത് നിങ്ങളുടെ ഹോട്ടൽ ഞാനിവിടെ ബന്ധമല്ലല്ലോ. എടാ എന്റെ ഹോട്ടലിലാണ് ഇവരെ ഭാര്യ തലയിറങ്ങി വീണത്. എടോ അതിന് ഞാൻ നിങ്ങളുടെ ഹോട്ടലിന്റെ ഫോട്ടോ എടുത്തൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ എടുത്തിട്ടതല്ലേ ഉള്ളൂ. എടോ താൻ ഇട്ട ഫോട്ടോന്റെ ഫോട്ടോ കണ്ടിട്ടുള്ള വിഷമത്തിലാണ് എന്റെ ഭാര്യ തലയിറങ്ങി. നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുക. എന്താ ഞാൻ ചെയ്തോ? അമ്മ ആവശ്യമുള്ളതും ചെയ്യണ്ട. നിങ്ങൾ കേസ് ഇയാൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ കേസ് കൊടുക്കുക. എന്റെ അമ്മ അങ്ങനെ കാശ് നഷ്ടപരിഹാരം കിട്ടാൻ ഇയാൾ കേസ് കൊടുത്ത് കോടതിയിൽ നിന്ന് വാങ്ങിച്ചോ? എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അമ്മന്ന് വണ്ടി കയറിക്കാൻ അവരോട് ഈ അമ്മയായിട്ട് താൻ വന്ന് തന്റെ ഭാഗ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇയാളെ അങ്ങനെ അമ്മ പെൻഷൻ വാങ്ങുന്നത്. അമ്മ വണ്ടി കയറി. അമ്മ ഇതൊക്കെ ചുമ്മമ്മേ, നമ്മളൊരു സഹായം ചെയ്താണ്. അമ്മ കയറിക്ക. പിന്നെ നീ പറയണ എന്ത് സഹായം? അവന് അച്ഛനെ തിരിച്ചിട്ടില്ല. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് എന്ത് ദ്രോഹിക്കലാണ്? അവന്റെ ഹോട്ടലിലെ ആൾക്കാർ തല്ലി പഠിച്ച അഴുക്ക ഭക്ഷണമായിരിക്കും, അതുകൊണ്ടായിരിക്കും. തെറ്റ് ചെയ്തിട്ട് അഹങ്കാരം വർത്താനം കേട്ടില്ലേ? ഹലോ സുരേഷ്. സഞ്ജയനോ? എടാ അച്ഛനൊരു കുഴപ്പം പറ്റില്ല. അച്ഛൻ BP കുറഞ്ഞിട്ട് വീണതാ. ഇല്ല അതൊരു കുരങ്ങൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ് അറിയാണ്ടേ. ശരി വെക്കാം, ഞാൻ വിളിക്കാം. 50ാമത്തെ ആൾക്കാരെ വിളിക്കണേ. ശരി, ഒരു കഷ്ടം.